Ignite Physics. Concept to Clarity. നമസ്കാരം. നിത്യജീവിതത്തിൽ നമ്മുടെ ചുറ്റും എപ്പോഴും ഉള്ള എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു അദൃശ്യനായ വില്ലനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ വില്ലനാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു നാടകീയമായ ഭൗതികശാസ്ത്ര പ്രതിഭാസമാണ്. അതെ, നമുക്ക് തുടങ്ങാം. ശരി, ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, തറയിലൂടെ സ്വതന്ത്രമായി ഉരുളുന്നൊരു പന്ത് കുറച്ചു കഴിയുമ്പോൾ തനിയെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ആരും അതിനെ പിടിച്ചു നിർത്തുന്നില്ലല്ലോ, അല്ലേ? പിന്നെങ്ങനെയാണത് നിൽക്കുന്നത്? ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആ അദൃശ്യനായ എതിരാളി ആരാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യം ആ വില്ലനെ പരിചയപ്പെടാം. പിന്നെ നിരങ്ങലും ഉരുളലും തമ്മിലുള്ള വ്യത്യാസം, ഇതിന്റെ ഗുണങ്ങൾ, നഷ്ടങ്ങൾ, പിന്നെ അവസാനമായി ഈ ശക്തിയെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും നോക്കാം. അത്രയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദ റിവീൽ. ആരാണ് ഈ വില്ലനെന്ന് നോക്കാം, അല്ലേ? ലളിതമായി പറഞ്ഞാൽ, പരസ്പരം തൊട്ടിരിക്കുന്ന 2 പ്രതലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തിന് എതിരെ ഉണ്ടാകുന്ന ഒരു സമാന്തര ബലമാണ് ഘർഷണം അഥവാ ഫ്രിക്ഷൻ. അതായത്, ഒരു വസ്തു ചലിക്കുമ്പോൾ ഹേയ് നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് നേരെ വിപരീത ദിശയിൽ പിടിച്ചു വലിക്കുന്ന ആ ശക്തിയാണിത്. അതാണ് ഫ്രിക്ഷൻ. ഇതൊന്ന് നോക്കൂ. പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വളരെ വ്യക്തമായത് കാണിച്ചു തരുന്നുണ്ട്. ഒരു മരക്കട്ടയുടെ ഒരു വശം നല്ല മിനുസമുള്ളതും മറുവശം നല്ല പരുപരുത്തതുമാണെന്ന് കരുതുക. ഈ പരുപരുത്ത വശം വെച്ച് ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ താഴേക്ക് നീക്കുമ്പോൾ എന്താ സംഭവിക്കുക? തീർച്ചയായും അവിടെ ഘർഷണം കൂടുതലായിരിക്കും. വല്ലാതെ ഉരസി അതിന്റെ വേഗത കുറയുകയും ചെയ്യും. വളരെ സിമ്പിൾ. ഇനി രണ്ടാമത്തെ ഭാഗം, സ്ലൈഡിംഗ് വേഴ്സസ് റോളിംഗ്, അതായത് നിരങ്ങലും ഉരുളലും തമ്മിലുള്ള പോരാട്ടം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. ഭാരമുള്ളൊരു പെട്ടി നിലത്തൂടെ നിരക്കി വലിച്ചുകൊണ്ടുപോകാൻ എന്തു പാടാണ്, അല്ലേ? എന്നാൽ അതേ പെട്ടി ചക്രങ്ങളുള്ളൊരു ചെറിയ ട്രോളിയിൽ വെച്ചാലോ, വളരെ എളുപ്പത്തിൽ നമുക്കത് തള്ളി നീക്കാം. കാറുകളിലും മറ്റും വട്ടത്തിലുള്ള ടയറുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിരങ്ങൽ ഘർഷണം, അതായത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, എപ്പോഴും ഉരുളൽ ഘർഷണത്തേക്കാൾ വളരെ കൂടുതലായിരിക്കും. ചക്രങ്ങൾ ഉപയോഗിച്ച് ഉരുട്ടുമ്പോൾ ഈ ഘർഷണം ഗണ്യമായി കുറയുന്നു. അതാണ് ഇതിന്റെ മാജിക്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. ദി അഡ്വാൻറ്റേജസ്. ഘർഷണം എപ്പോഴും ഒരു വില്ലൻ മാത്രമല്ല കേട്ടോ, ഇതിന് ചില ഗുണങ്ങളുമുണ്ട്. ഘർഷണത്തിന്റെ ചില അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വന്തം കൈവെള്ളകൾ തമ്മിലൊന്ന് വേഗത്തിൽ ഉരസി നോക്കൂ. എങ്ങനെയുണ്ട്? ഒരു ചൂട് അനുഭവപ്പെടുന്നില്ലേ? അതെ, ഘർഷണം താപം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ നടക്കുമ്പോൾ തെന്നി വീഴാതിരിക്കുന്നതിനും വാഹനങ്ങൾ സ്കിഡാവാതെ സുരക്ഷിതമായ റോഡിലൂടെ പോകുന്നതിനുമൊക്കെ ഈ ഘർഷണം നിർബന്ധമാണ്. ഇവിടെ വളരെ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ പോലും ഘർഷണം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കാൻ കഴിയുന്നതും, എന്തിന് താഴെ വീഴാതെ ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം പിടിക്കാൻ കഴിയുന്നതുപോലും നമ്മുടെ വിരലുകളും ആ ഗ്ലാസും തമ്മിലുള്ള ഘർഷണബലമുള്ളതുകൊണ്ട് മാത്രമാണ്. ചിന്തിച്ചു നോക്കൂ. ഇനി നാലാമത്തെ ഭാഗം, ദ കോസ്റ്റ്. ഈ ഘർഷണം നമ്മളിൽ നിന്ന് ഈടാക്കുന്നൊരു വിലയുണ്ട്. അതൊന്ന് നോക്കാം. കാരണം നിരന്തരമായുള്ള ഈ ഉരസൽ ഭൗതികമായി വലിയ നഷ്ടങ്ങളുണ്ടാക്കുന്നുണ്ട്. നിരന്തരം ഉരസുന്നതുകൊണ്ട് വസ്തുക്കളുടെ പ്രതലങ്ങളിൽ വേഗത്തിൽ തേയ്മാനം സംഭവിക്കുന്നു. കൂടാതെ വലിയ യന്ത്രങ്ങളുടെ ഉള്ളിലെ ഭാഗങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ അവയുടെ സുഗമമായ ചലനം തടസ്സപ്പെടുകയും അവിടെ കുറേയധികം ഊർജം വെറുതെ നഷ്ടമാവുകയും ചെയ്യുന്നു. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ തേയ്മാനത്തിന്റെ ഒരു ഭീകരത നോക്കൂ. പ്രായമാകുമ്പോൾ മനുഷ്യന്റെ കാൽമുട്ടുകളിലെ സന്ധികളിലുണ്ടാകുന്ന തേയ്മാനവും നിരന്തരമായ ഉപയോഗം കൊണ്ട് വാഹനങ്ങളുടെ ടയറുകൾക്ക് സംഭവിക്കുന്ന തേയ്മാനവും തമ്മിൽ വലിയ സാമ്യമുണ്ട്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഘർഷണം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു ശക്തിയാണ്. ഇനി അവസാനത്തെ ഭാഗം, 5ാമത്തെ ഭാഗം, മാസ്റ്ററിംഗ് ഫ്രിക്ഷൻ. ഘർഷണത്തെ എങ്ങനെ ബുദ്ധിപൂർവ്വം നേരിടാമെന്ന് നോക്കാം. ഈ വില്ലനെ തോൽപ്പിക്കാൻ പ്രധാനമായും 3 വഴികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. രണ്ടാമത്തേത് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുക. പിന്നെ മൂന്നാമതായി സ്ട്രീം ലൈനിംഗ് എന്ന പ്രത്യേക രൂപകൽപ്പന പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിലായി നോക്കാം. സമ്പർക്കത്തിലുള്ള പ്രതലങ്ങൾക്കിടയിലെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സ്നേഹകങ്ങൾ, അതായത് ലൂബ്രിക്കൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ വാഹനങ്ങളും യന്ത്രങ്ങളിലും ഒഴിക്കുന്ന എണ്ണ ഒഴിക്കുമ്പോൾ ആ പ്രതലങ്ങൾക്കിടയിൽ അതൊരു നേർത്ത പാളിയായി നിന്ന് ഉരസൽ പരമാവധി കുറയ്ക്കുന്നു. വണ്ടികളിൽ ഓയിൽ മാറ്റണമെന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എണ്ണയോ ഗ്രീസോ പോലെയുള്ള ദ്രാവകങ്ങൾ മാത്രമല്ല ലൂബ്രിക്കൻസ്, ഖരരൂപത്തിലുള്ളവയുമുണ്ട്. ഗ്രാഫൈറ്റ് അതിനൊരു മികച്ച ഉദാഹരണമാണ്.
വളരെ ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുന്ന വലിയ യന്ത്രങ്ങളിൽ സാധാരണ എണ്ണയൊഴിച്ചാൽ അത് കരിഞ്ഞുപോകും. അവിടെയാണ് നമ്മൾ ഈ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ആ കാറുകളുടെ ടയറുകളിലേക്ക് തന്നെ വരാം. ചക്രങ്ങൾ ആക്സിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് ബോൾ ബെയറിങ്ങുകൾ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാണെന്നറിയാമോ? കഠിനമായ സ്ലൈഡിംഗ് ഘർഷണത്തെ വളരെ ലളിതമായ റോളിംഗ് ഘർഷണമായി മാറ്റാനാണ് ഈ ചെറിയ ഇരുമ്പുഗോളങ്ങൾ സഹായിക്കുന്നത്. വണ്ടികൾ ഇത്ര സ്മൂത്തായി ഓടുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് സ്ട്രീം ലൈനിംഗ്. ദ്രവങ്ങളിലൂടെയും വായുവിലൂടെയുമൊക്കെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾ അനുഭവിക്കുന്ന ഘർഷണം കുറയ്ക്കാനാണ് ഈ രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. വിമാനങ്ങൾക്കും ബോട്ടുകൾക്കും, എന്തിന് മീനുകൾക്ക് പോലും ഒരു പ്രത്യേക ആകൃതിയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായുവിൻ്റെയും വെള്ളത്തിൻ്റെയുമൊക്കെ ആ പ്രതിരോധത്തെ എളുപ്പത്തിൽ മുറിച്ചു കടക്കാൻ വേണ്ടിയാണത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കാം. ഈ അദൃശ്യനായ എതിരാളിയോട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പോരാടുകയാണെങ്കിലും ഘർഷണം ഒട്ടുമില്ലാത്തൊരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഘർഷണമില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ തെന്നി വീണ് ഈ ലോകം മുഴുവൻ തകർന്നടിയുമായിരുന്നു. എന്തായാലും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം.